വളരെ ആവലോടെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി, കർത്താവിൽ നിന്ന് വിടുതലുകൾ പ്രാപിക്കുവാൻ വേണ്ടി വളരെ ആവലോടെ കടന്നു വന്ന നിങ്ങളെ കർത്താവ് വെറും കൈയായി വിടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഞാൻ വെറും കൈയായി പോകേണ്ടി വരത്തില്ല. ആമേൻ. എനിക്ക് വേണ്ടി ഒരു ദൈവ ശബ്ദമുണ്ടാകും. ആമേൻ. അങ്ങനെ നിങ്ങൾ എത്ര പേരിന്ന് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ഒരു ദൈവ ശബ്ദമുണ്ടാകും, എനിക്ക് വേണ്ടി ഒരു വിടുതലുകളെ ദൈവം ചെയ്യും. ആത്മാവില് ഇന്ന് രാത്രി, ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമെന്നുവെങ്കിൽ ദൈവത്തിൻ്റെ തികഞ്ഞ സാന്നിധ്യത്തിൻ്റെ നിറവിൽ, ആമേൻ, പരിശുദ്ധയാത്മാവ് അങ്ങനെ തന്നെ പറയുകയാണ്, ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറക്കാൻ കഴിയാത്തതുപോലെ ഇന്ന് തുറന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഞായറാഴ്ച പറഞ്ഞു, അടുത്ത പ്രഭാതം ഒരു അത്ഭുതങ്ങളെ ദൈവം നിങ്ങൾക്ക് ചെയ്യുമെന്ന്. ഒത്തിരി പേരുടെ ലൈഫിനകത്ത് അതൊരു ഭയങ്കര വിടുതലായി വെളിപ്പെട്ടു. അതേ പദം ഞാൻ ഇന്ന് ഇതിനകത്തു നിന്ന് പറയുകയാണ്. അടുത്ത പ്രഭാതം നിങ്ങൾക്കൊരു അത്ഭുതങ്ങളെ ചെയ്യുവാൻ, അടുത്ത പ്രഭാതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പോടെ ആര് വിശ്വസിക്കുന്നുവോ അവരുടെ മേൽ ഇന്ന് പകൽ പ്രഭാതത്തിൽ ഒരു വലിയ വിടുതലുകൾ. ഒരു വേഗത്തിൽ ഒരു വേദഭാഗം ഒന്ന് വായിച്ച് ഒരുമിച്ച് നമ്മൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7, 8, 9 വേദഭാഗം ആരെങ്കിലും ഒന്ന് വായിച്ചിട്ട്. വളരെ സുപരിചിതമായ വേദഭാഗമാണ് യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7, 8, 9. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിക്കും, അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കയില്ല. അതിന്റെ വേർ നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ആമേൻ. ഒരു നിമിഷം കണ്ണുകളെല്ലാം ഒന്ന് അടച്ചേ, എല്ലാ കണ്ണുകളും. പ്രത്യാശയുള്ള ദൈവമക്കളെല്ലാം അതരങ്ങളെ ഒന്ന് തുറന്നേ. പൊട്ടിക്കിളിക്കുമെന്ന് പ്രത്യാശയുള്ളവർ വേരറ്റുപോയിടത്ത് നിന്ന്, കുറ്റിയായി പോയിടത്ത് നിന്ന്, പഴകിപ്പോയിടത്ത് നിന്ന്, വേരറ്റ് ഇല്ലെന്ന് പറഞ്ഞിടത്തു നിന്ന് ഞാൻ പൊട്ടിക്കിളിക്കുമെന്നൊരു പ്രത്യാശ എൻ്റെ അകത്തുണ്ടെന്ന്, ഞാൻ പൊട്ടിക്കിളിക്കുമെന്നൊരു പ്രത്യാശയുള്ള, ഞാൻ പൊട്ടിക്കിളിക്കുമെന്നൊരു പ്രത്യാശയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മിനിറ്റിൽ ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കുക. ഈ മിനിറ്റിൽ നീ പൊട്ടിക്കിളിക്കുന്ന സമയമാണ്. വേരറ്റെന്ന് പറഞ്ഞിടത്ത്, ഉണങ്ങിയെന്ന് പറഞ്ഞിടത്ത്, ഇല്ലെന്ന് പറഞ്ഞിടത്ത് നീ പൊട്ടിക്കിളിക്കുന്ന. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറഞ്ഞ, എനിക്ക് പ്രത്യാശയുണ്ടെന്ന്. ആമേൻ. എനിക്ക് പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി പ്രത്യാശയില്ലാതെ, ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പക്ഷേ ഈ ആലയത്തിനകത്തേക്ക് കടന്നു വന്ന്, പക്ഷെ ഇന്ന് വചനം പറയുന്നു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയുണ്ട്. ഇന്ന് നിങ്ങളോട് ആത്മാവിൽ പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. പ്രത്യാശയുണ്ട്. ബിനു ആൻറ്റി ഇച്ചിരി ചേർന്നാണെങ്കിൽ നീക്കിയിട്ടോ, എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ഈ തൂണിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അല്പം കൂടെ ഇങ്ങോട്ട് നീങ്ങി നിന്നാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പ്രതീക്ഷ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഭയങ്കര പ്രതീക്ഷകളാണ്. വലിയ പ്രതീക്ഷയോടെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോകും. പക്ഷെ ഹല്ലേലൂയ, വചനത്തിനകത്ത് പറയാണ്, ഹല്ലേലൂയ, എനിക്കൊരു പ്രത്യാശ ഉണ്ട്. ഹല്ലേലൂയ, ഞാൻ പ്രതീക്ഷിച്ചത്, ഞാൻ പ്രത്യാശിക്കുന്നത് അതെൻ്റെ കയ്യിൽ വരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ, ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ അവസാനിച്ചു പോകത്തില്ല. വേരറ്റു പോയെന്ന് ആര് പറഞ്ഞാലോ, ഞാൻ തളർന്നു പോയെന്ന് പറഞ്ഞാലോ, നിന്റെ കുടുംബം മണ്ണിനക താഴ്ന്നു പോയെന്ന് പറഞ്ഞാലോ, നിന്റെ തലമുറ വേരറ്റു പോയെന്ന് പറഞ്ഞാലോ, നീ പറയണമില്ല, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എനിക്ക് പ്രത്യാശയുണ്ട്.
ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രാരംഭത്തിൽ പ്രവചിക്കുകയാണ്. പ്രത്യാശിക്കാൻ ഒരു വഴിയുണ്ട്. ഈ ഫെബ്രുവരി മാസം അവസാന ആഴ്ചയിൽ ഇവിടെ വന്ന് ഇങ്ങനെ ആത്മാവിൽ ആരാധിക്കുമ്പോ വായി തുറന്ന് പറ, ഈ ഫെബ്രുവരി മാസത്തിൽ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഓ നല്ലവനേ യേശുനാഥ, ആരാധ്യനേ ആരാധ്യനേ. എല്ലാ കരമൊന്ന് സ്വർഗത്തിലേക്ക് ഉയരട്ടെ. നല്ലവനേ യേശുനാഥ, ആരാധ്യനേ. പ്രത്യാശയോടെ ഒന്ന് പാടാമോ? നല്ലവനേ. വായ്കളെല്ലാം തുറക്കട്ടെ, ശബ്ദങ്ങൾ ഉയർത്തി. ആരാധ്യനേ ഒരു പ്രാവശ്യം കൂടെ അത് പാടിക്കേ. ഹല്ലേലൂയ. നല്ലവനേ യേശുനാഥ. നിനക്കൊരു പ്രത്യാശയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ഉണങ്ങിപ്പോകത്തില്ല, ഉണങ്ങിപ്പോകത്തില്ല. ഒരു പ്രത്യാശയുണ്ട്. നിങ്ങളുടെ കരങ്ങൾക്കകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം വീഴുന്ന ഞാൻ കാണുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേരറ്റു പോയിടത്തു നിന്ന് നീ പച്ച പിടിക്കുന്ന സമയങ്ങളുണ്ടെന്ന്, വേരറ്റു പോയിടത്തു നിന്ന് നീ എഴുന്നേൽക്കുന്ന സമയങ്ങളുണ്ടെന്ന്. കരമുയർത്തി കരമുയർത്തി വായ്കളെ തുറന്ന് പാടിക്ക. ഓ നല്ലവനേ യേശുനാഥ. ഓ ഭയങ്കര ദൈവ സാന്നിധ്യം വീഴുന്നല്ലോ. അസാധാരണമായ ദൈവത്തിന്റെ ഭയങ്കര ശക്തി ആ ഒരു ഭയങ്കര നിറവായി ശരീരത്തിനകത്ത് തുറക്കുന്നു. പിശാച് തകർക്കുമെന്ന് പറഞ്ഞ ഭയങ്കരമായ ആരോഗ്യം ദൈവം തുറക്കുകയാ. വേരറ്റു പോയിടത്തു നിന്ന്, പഴകി പോയിടത്തു നിന്ന് ഒരു കഴുകന്റെ ശക്തിയോടെ, ഒരു കഴുകന്റെ ശക്തിയോടെ, ഒരു കഴുകന്റെ ശക്തി. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രാപിച്ചോ. ഒരു കഴുകന്റെ ശക്തിയോടെ അടുത്തൊരു മാസം നീ എഴുന്നേൽക്കുന്ന മാസമാ. സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടെ എല്ലാ ശബ്ദമുയർത്തി ആത്മാവിൽ സ്വീകരിക്കുക, ആത്മാവിൽ സ്വീകരിക്കുക. നിനക്കൊരു പ്രത്യാശയുണ്ട്. ഒരു മുറി കയറിൽ നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. നിനക്കൊരു പ്രത്യാശയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ചില വീടുകൾക്കകത്തുനിന്ന് മരണത്തിന്റെ കെട്ടുകൾ അഴിയുന്നു. ചില ശരീരങ്ങൾക്കകത്തു നിന്ന് ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ അഴിയുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഈ മിനിറ്റുകൾ ഭയങ്കര ദൈവ സാന്നിധ്യം. ഇന്നലകളിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പ്രശ്നങ്ങളുടെ നടുവില് ഇന്ന് ഭയങ്കര പരിഹാരം, 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 പരിഹാരം. നല്ലവനേ യേശുനാഥ, ഞാൻ കാണുന്ന ആരുടെയൊക്കെയോ കരത്തിനകത്ത് കർത്താവിൽ പിടിക്കുന്നത് പോലെ, ആരുടെയൊക്കെയോ കരത്തിനകത്ത് കർത്താവ് പിടിക്കുകയാ. എല്ലാവരും
എല്ലാവരും പറഞ്ഞു ഉണങ്ങിയതാ, ഇനി പൊട്ടിക്കിടിക്കത്തില്ല, ഇനി എഴുന്നേക്കാൻ സാഹചര്യമില്ല. അവന്റെ കുടുംബം തകർന്നു പോയി, അവന്റെ തലമുറ തകർന്നു പോയി. പക്ഷെ പരിശുദ്ധന പറയുന്നു, ഇല്ല ഇല്ല, വേററ്റു പോയെടുത്ത്, വേററ്റു പോയെടുത്ത്. ചില തലമുറകളുടെ ഭാവി വേരറ്റു പോയിടത്തു നിന്ന്, അവരുടെ കുടുംബജീവിതം വേരറ്റു പോയിടത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം ഒരു ഭയങ്കര പണിയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ തലമുറയുടെ ഭാവിക്ക് ഇന്നൊരു ഭയങ്കര പണി ദൈവം ആരംഭിക്കുന്നു. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഭാവി അടഞ്ഞ മേഖലകൾ തുറക്കുകയാ, ഭാവി അടഞ്ഞ വഴികൾ തുറക്കുകയാ. ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആരാധ്യനേ ആരാധ്യനേ, നീ ചെയ്ത നന്മകൾ ഓരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥാ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ. ആനന്ദമാനന്ദമേ, എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ. ആനന്ദം ആനന്ദമേ. ശബ്ദമുയർത്തി പാടിയാണ് നല്ലവര്. ഓ അവനേ യേശുനാഥാ. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെയല്ല, ഈ സാന്നിധ്യം വെറുതെയല്ല. നിന്നെ കർത്താവ് വേര് പിടിപ്പിക്കുന്ന സാന്നിധ്യം, നിന്നെ കർത്താവ് പണിയുന്ന സാന്നിധ്യം. കാഴ്ചക്കാരായിരിക്കല്ലേ, മാർക്കിടാൻ ഇതിനകത്ത് ആരും ഇരിക്കണ്ട. എനിക്കറിയാം ദൈവ സാന്നിധ്യത്തെ ഹോണർ ചെയ്തിരിക്കുന്നുവെങ്കിൽ, വിലയിടാൻ ഇരിക്കാതെ ദൈവ സാന്നിധ്യത്തെ ഹോണർ ചെയ്തിരിക്കുന്നുവെങ്കിൽ, ഇയ്യോബ് പറഞ്ഞതുപോലെ എന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട്. പ്രത്യാശയുണ്ട്, പ്രത്യാശയുണ്ട്. വേരറ്റു പോയതാ സാഹചര്യം നോക്കിയ ഞാൻ പച്ച പിടിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഹല്ലേലൂയ, പ്രതീക്ഷിക്കാൻ എനിക്ക് വഴിയില്ല. കടക്കാരന്റെ വീടിന്റെ വാതിലിൽ വന്ന് നിൽക്കുകയാ. അടുത്ത മിനിറ്റ് എന്റെ ലൈഫിനകത്ത് എന്തു സംഭവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓടുകയാ പ്രവാചകന്റെ അടുത്തേക്ക്. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്കിതിനുള്ള പരിഹാരം പരിശുദ്ധ ആത്മാവ് പ്രാരംഭത്തിൽ പ്രവചിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ വന്ന വിഷയത്തിന്റെ പരിഹാരം ഇന്ന് സ്വർഗത്തിലെ ദൈവം നിനക്ക് തരികയാണെന്ന് ആത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുന്നു. ആത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുകയാ. എന്ത് ചെയ്യണമെന്നറിയാതല്ലേ ഇന്ന് ഇതിനകത്ത് കയറിയത്, എങ്ങനെയാകുമെന്നറിയാതല്ലേ ഇതിനകത്ത് വന്നത്. ആത്മാവ് പ്രവചിക്കുകയാ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതമുണ്ട്, നിനക്ക് വേണ്ടി ഒരു അത്ഭുതമുണ്ട്. മാർച്ച് മാസം നീ കാലുകുത്തുന്നത്, മാർച്ച് മാസം നീ എൻട്രാകുന്നത് ഒരു വലിയ ദൈവ പ്രവൃത്തി. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച്, കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് ആത്മാവിൽ സ്വീകരിക്കാം. മാർച്ച് മാസം നീ കാലുകുത്തുന്നത് ഒരു വലിയ ദൈവ പ്രവൃത്തി സീസണാണ്. ചില കുടുംബങ്ങളെ നോക്കി ഞാൻ ആത്മാവിൽ പറയുകയാ, മാർച്ച് മാസം നീ വേര് പിടിക്കുന്ന മാസമാ. ഈ ഫെബ്രുവരി നീ കണ്ട തകർച്ചകൾ, നീ അനുഭവിച്ച തകർച്ചകൾ, നീ അനുഭവിച്ച നിന്ദകൾ, നീ അനുഭവിച്ച ദാരിദ്ര്യങ്ങൾ, നീ അനുഭവിച്ച വേദനകൾ, ചില രോഗങ്ങളുടെ സ്പിരിറ്റുകൾ ഇന്ന് സ്വർഗത്തിലെ ദൈവ ശരീരത്തിനകത്ത് നിന്ന്
നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങൾ വേര് പിടിക്കാൻ തുടങ്ങുകയാണ്. ഇയ്യോബ് ഇത് പറയുമ്പോൾ സാധ്യതകളില്ല, തന്റെ ശരീരത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. പക്ഷെ പറയുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ പച്ച പിടിക്കൂ, എനിക്ക് പ്രത്യാശയുണ്ടെന്ന്. വേരറ്റു പോയതാ, പഴകിപ്പോയതാ, ഇതിനകത്ത് ഇനി ഒന്നും കാണുന്നില്ല, കുറ്റിയില്ല, മണ്ണിനകത്ത് പറ്റിപ്പോയി, കെട്ടുപോയി. പക്ഷെ എനിക്കത് പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രവചിക്കുന്നു. നീണ്ട വർഷങ്ങളായി മണ്ണിനകത്തു പഴകി എന്ന് പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് സ്വർഗത്തിലെ ദൈവമാ അതിനകത്ത് ഭയങ്കരമായ ജീവൻ വെപ്പിക്കുന്നെന്ന്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. വർഷങ്ങളായി പഴകിപ്പോയ വിഷയങ്ങള്, വർഷങ്ങളായി കെട്ടുപോയ വിഷയങ്ങൾ, വർഷങ്ങളായി വേരറ്റു പോയത്, മണ്ണിനകത്ത് ഇല്ലാതായത് ഇന്ന് സ്വർഗം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച പദം ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ, മണ്ണിനകത്ത് ഹല്ലേലൂയ ആഴ്ന്നു പോയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇല്ലെന്ന് പറഞ്ഞ നിന്റെ സ്വപ്നങ്ങൾ, ഇനി ഇല്ലെന്ന് പറഞ്ഞ നിന്റെ പ്രതീക്ഷകൾ, ഹല്ലേലൂയ, ചില വിഷയത്തിന്റെ മറുപടികൾ, പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടത് എന്തോ ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. അല്ല, ചില വിഷയത്തിന്റെ മറുപടികൾ ഇല്ലെന്ന് പറഞ്ഞ് നിന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇല്ല എന്ന് പറഞ്ഞിടത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം അതിനകത്ത് ഇറങ്ങുകയാ. ആത്മാവിൽ പിടിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചു തുടങ്ങിക്കോ. ആന്റി സ്വീകരിച്ചോ. ഭയങ്കര ദൈവ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തിനകത്ത് തുറക്കുന്നു. ഒരു പ്രത്യാശ എനിക്കുണ്ട്. വൃക്ഷത്തിനൊരു പ്രത്യാശയുണ്ട്. എന്താണെന്നറിയാമോ? അത് വെട്ടിയാലും ശകരം, അത് വെട്ടിയാലും പൊട്ടിക്കിളിക്കും. ഹല്ലേലൂയ. ഈ ഒരു പ്രത്യാശ ഇന്നുണ്ടാകണം. ഈ ഫെബ്രുവരി മാസം അവസാനം വന്ന് നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഈ ഒരു ഉറപ്പ് ഇന്ന് ഇവിടുന്ന് പ്രാപിക്കണം. എന്താണെന്നറിയാമോ? നാട്ടുകാർ ചേർന്ന് വെട്ടിയാലോ, വീട്ടുകാർ ചേർന്ന് വെട്ടിയാലോ, ചാർച്ചക്കാർ ചേർന്ന് വെട്ടിയാലോ, ദേശത്തിന്റെ ശക്തി 4 സൈഡ് ഒരുമിച്ച് വെട്ടിയാലും പദമുണ്ട്. പൊട്ടിക്കിളിക്കുമെന്ന് മാത്രമല്ല, പിന്നെയും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കരം കൊടുത്ത് പിന്നെ ഞാൻ പൊട്ടിക്കിളിക്കുമെന്ന്, ഇവിടെ പിശാചിന് നിന്നെ വഹിക്കാൻ കഴിയാത്തതുപോലെ, പിശാചിന് നിന്നെ ഒതുക്കാൻ കഴിയാത്തതുപോലെ അവൻ വെട്ടുന്നോറു നീ പിന്നെയും എനിക്കറിയാം. ഈ കരമടിക്കുമ്പോ പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുകയാ. നിന്റെ കുടുംബത്തിന്റെ മേൽ വാഴുന്ന, നിന്റെ തലമുറയുടെ മേൽ വാഴുന്ന പൈശാചിക സ്പിരിറ്റിന്റെ മേൽ ആരൊക്കെയോ ഭയങ്കര ജയം. എനിക്കറിയത്തില്ല, ആത്മാവ് പ്രവചിക്കുന്നു. പിന്നെയോ ഇത് നിന്റെ സീസൺ. നീ ആരാധിക്കുമ്പോ പിശാച് വെട്ടിക്കളയാൻ കൊണ്ടുവന്ന കോടാലി ഒടിയുന്ന വായികളെ തുറന്ന് അന്യഭാഷ
ഭാഷയെ സ്തുതിച്ചാട്ടെ. ഈ അന്തരീക്ഷം ദയവായി മിസ് ചെയ്യരുത്. ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുക. ഇത് ഹല്ലേലൂയ. പിന്നെയും ഞാൻ പൊട്ടിക്കിളിക്കൂ. വെട്ടുന്നോറു ഹല്ലേലൂയ. വെട്ടുന്നോറു നീ വേര്. റൂബി സിസ്റ്ററെ ദൂത് വിട്ട് കളയരുത്. വെട്ടുന്നോറു പിശാചിന് ഭയം പോലെ, പിശാചിന് പിടികിട്ടാത്തതുപോലെ നീ പൊട്ടിക്കിളിക്കുന്ന. തൊടുന്നല്ല ഭയങ്കര ദൈവ സാന്നിധ്യം. പ്രാപിച്ചോ. വെട്ടുന്നോറു നീ പൊട്ടിക്കിളിക്കൂ. വെട്ടുന്ന ഒരു ദൂത് ഞാൻ പറയാം. ഹല്ലേലൂയ. വെട്ടുന്നതിലും അപ്പുറത്തെ ശക്തിയില്, വെട്ടുന്നേക്കാൾ വേഗത്തിൽ, വെട്ടുന്നതിലും വലിയ ശക്തി എനിക്കറിയത്തില്ല. ഭയങ്കര ദൈവം. വെട്ടുന്നതിലും അധികം ശക്തി നീ പൊട്ടിക്കിളിക്കുന്ന. എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു കൊമ്പ് എന്റെ വെട്ടിക്കളഞ്ഞ 10 കൊമ്പ് വേഗത്തിൽ ഞാൻ. നിൽക്കാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു രോഗം നിന്റെ ശരീരത്തിൽ ഇടുമ്പോ, ഒരു പ്രയാസം നിന്റെ വീടിനകത്തിടുമ്പോ 10 മടങ്ങ് അഭിഷേകത്തോടെ, 10 മടങ്ങ് അഭിഷേകത്തോടെ നീ അതിനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോ. അച്ഛാ സ്വീകരിച്ചോ. പിശാച് വെട്ടിയെടുത്ത് 10 മടങ്ങ് വേഗതയിൽ നിങ്ങൾ പടരുന്ന സീസണ. ഹല്ലേലൂയ. ചില മതിലിന്മേൽ നീ പടർന്ന് കയറുന്ന. എനിക്ക് പ്രത്യാശ ഉണ്ടെന്ന് ആരെങ്കിലും എന്റെ ചോട്ടി കോടാലി വെച്ചാലോ, എന്നെ അറത്തു താഴെയിട്ടാലോ, എന്നെ വെട്ടിക്കളഞ്ഞാലോ, ഞാൻ പിന്നെയും ഞാൻ പിന്നെയോ പദം ഞാൻ ഇടുകയാ. ഞാൻ പിന്നെയോ കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ചോ. ഈ പദം ഭയങ്കര ശക്തമാ. പിന്നെയോ ഇന്നലകളിൽ വെട്ടിയെടുത്ത് പറ. ഇല്ല, ഈ മാർച്ച് ഫെബ്രുവരി ഞാൻ പിന്നെയോ. ആരൊക്കെയോ പൊട്ടിക്കിളിക്കുകയാ ഈ മിനിറ്റിൽ. ആരൊക്കെയോ തളർക്കുകയാ ഈ മിനിറ്റിൽ. ആരൊക്കെയോ ഫലം പുറപ്പെടുവിക്കുകയാ ഈ മിനിറ്റിൽ. ആരൊക്കെയോ ഹല്ലേലൂയ വളരുകയാ. കഴിഞ്ഞ രാത്രി പദം എന്റെ അകത്തേക്ക് കയറിയപ്പോ ഞാൻ ആത്മാവിൽ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. എനിക്ക് പ്രത്യാശ ഉണ്ടെന്ന്. എന്താണെന്നറിയാമോ? എന്നെ വെട്ടുന്തോറും ഞാൻ പിന്നെയോ അതിശക്തമായി പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. ഇന്നലകളിൽ പരാജയപ്പെട്ട വീടിനകത്ത് ഈ ഫെബ്രുവരി മാസത്തില് ഒരു കഴുകന്റെ ശക്തിയോടെ നിങ്ങൾ എഴുന്നേക്കാൻ തുടങ്ങുകയാ. ഒരു കഴുകന്റെ കുതിപ്പോടെ എഴുന്നേക്കുകയാ. എനിക്കറിയത്തില്ല ആരുടെയൊക്കെയോ കരങ്ങളെ ഭയങ്കര ദൈവ സാന്നിധ്യം. യേശുവിന്റെ നാമത്തിൽ
4 സൈഡും നിനക്കെതിരെ കോടാലി കൊണ്ടുവച്ചോ, ഹല്ലേലൂയ, 4 സൈഡിൽ നിന്നെ വെട്ടിക്കളഞ്ഞോ, ഹല്ലേലൂയ. വേരറ്റു പോയപ്പോ, ഹല്ലേലൂയ, വെട്ടിയപ്പോ വേദന വന്നു, വെട്ടിയപ്പോ നൊന്തു, ഹല്ലേലൂയ, സങ്കടപ്പെട്ടു. പക്ഷെ പ്രത്യാശയോടെ പറ, എടാ നീ വെട്ടിയാലോ, ഹല്ലേലൂയ, ഞാൻ പൊട്ടിക്കിളിക്കും. എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? ലോകം മുഴുവനും പറഞ്ഞു ഇവൻ അവസാനിച്ചു. റോമൻ ഇമ്പീരിയം മുദ്ര കൊണ്ടുവന്ന് അടച്ചു വെച്ചു. ഹല്ലേലൂയ, അവന്റെ കാര്യം തീർന്നെന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റു കല്ലറകളെ തുറന്നൊരുങ്ങൻ എഴുന്നേറ്റ് വന്നു. അവന്റെ ശക്തി എന്റെ മേൽ. കല്ലറകളെ തുറന്ന് എഴുന്നേറ്റ് വന്നവന്റെ ശക്തി. ദൈവത്തിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ, തമ്പുരാൻ പറയാതെ ഒരുത്തനും നിന്നെ ഓണക്കാൻ കഴിയത്തില്ലെന്ന്. തമ്പുരാൻ അനുവദിക്കാതെ ഒരുത്തനും നിന്നെ വെട്ടിക്കളയാൻ കഴിയത്തില്ല. അതിശക്തിയോടെ എന്റെ ഭാഷയിൽ പറഞ്ഞ വെട്ടിയപ്പോ 4 ശിഖരങ്ങളെ ഉള്ളെങ്കിൽ ഞാൻ വളരാൻ തുടങ്ങിയ, ഹല്ലേലൂയ, ഞാൻ കിളിക്കാൻ തുടങ്ങിയ, അത് ഇരട്ടി ഇരട്ടി. ഹല്ലേലൂയ. ഇനി പദം നിങ്ങൾ പറയണം, പിന്നെയും. ഹല്ലേലൂയ. വായ തുറന്ന് പറഞ്ഞേ, പിന്നെയും. ഹല്ലേലൂയ, പിന്നെയും പൊട്ടിക്കിളിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അവസാനിച്ചിടത്ത് നിന്ന് നീ എഴുന്നേക്കുമെന്ന്. സാഹചര്യം അവസാനിച്ചെന്ന് പറഞ്ഞതിന്റെ മുകളിൽ ചവിട്ടി നീ ചിലത് ആരംഭിക്കും. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്, ഇന്ന് പകൽ ചിലത് ആരംഭിക്കാൻ തുടങ്ങുകയാ. നിന്റെ വീടിനെ നോക്കി പഴകിയെന്ന് പറഞ്ഞെടുത്ത, നിന്റെ തലമുറയെ നോക്കി ഇല്ലെന്ന് പറഞ്ഞെടുത്ത, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ നോക്കി അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത, ഹല്ലേലൂയ, ആരൊക്കെയോ ഇന്ന് ആരംഭിക്കാൻ തുടങ്ങുകയാ. ആരുടെയൊക്കെയോ ചിലത് അകത്തി പ്രത്യാശ ഉണ്ടാകണം ഈ മിനിറ്റിൽ. ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാ നെഗറ്റീവായ ചിന്തകളെയോ, ഹല്ലേലൂയ, നിങ്ങൾ ഇന്ന് ഇതിനകത്ത് കളഞ്ഞിട്ടേ പോകാവുള്ളൂ. രോഗം വരട്ടെ, പറയണം എൻ്റെ വാഗ്ദത്തം അവസാനിക്കാതെ, ഹല്ലേലൂയ, എന്നെ തൊടാൻ പിശാചേ നിനക്ക് കഴിയത്തില്ല. ഞാൻ പറഞ്ഞ, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിനകത്തു നിന്ന്, ഹല്ലേലൂയ, പ്രാണൻ പിശാച് തട്ടിക്കൊണ്ട് പോയാലോ എൻ്റെ തമ്പുരാൻ അനുവദിക്കാതെ. കാരണം എന്താണെന്നറിയാമോ? സാഹചര്യം പറഞ്ഞ് അവൻ നാറ്റം വെച്ചു, സഹോദരിമാര് പറഞ്ഞ് നാറ്റം വെച്ചു, തുറക്കല്ലേ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഇനി ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ കാണാം. സമയത്ത് നീ വന്നില്ലല്ലോ, എല്ലാം പറഞ്ഞ് അവസാനിച്ചു. എല്ലാം അവസാനിച്ചു. ഇല്ല, ലാസറേ പുറത്തു വാ. ഹല്ലേലൂയ, വെട്ടിക്കളഞ്ഞാലോ പിന്നെയും പൊട്ടിക്കിളിക്കും. അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോ യേശുവിന്റെ കൂടെ പന്തിയിലിരിക്കുക ലാസർ. ഹല്ലേലൂയ, പൊട്ടിക്കിളിക്കുമോ? സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഇന്ന് പറയില്ല, പിശാചേ, നീ ഏത് വലിയ പദ്ധതി എൻ്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവന്നാലോ, എൻ്റെ തലമുറയുടെ മേത ഇട്ടാലോ, ഞാൻ പൊട്ടിക്കിളിക്കൂ. ഹല്ലേലൂയ, നീ വളരുന്ന സീസണാണ്, നീ തളിർക്കുന്ന സീസണാണ്, നീ പന്തലിക്കുന്ന സീസണാ. ഹല്ലേലൂയ, ഇരുളാക്കി കളഞ്ഞ സാഹചര്യങ്ങളില്ലേ, ഇരുളാക്കി കഴിഞ്ഞ മേഖലകളില്ലേ, ആത്മാവിൽ അതിനെ നോക്കി പറ, അതിനകത്ത് ദൈവത്തിന്റെ ശക്തി. അതിനോട് ചേർന്ന് പെട്ടെന്ന് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നൊരു വേദഭാഗം നിങ്ങളതൊന്ന് വായിച്ച് കേൾപ്പിക്കണമെന്നാ. ശകരമനഹതരിയാദന ലാബ്രകസിയാദന ശാന്തന. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം
അതിൻ്റെ 26 ആരെങ്കിലും ഒന്ന് വായിച്ചോട്ടെ പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു വേദഭാഗം. ഹല്ലേലൂയ. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെയും 7 ഇരട്ടിയായിരിക്കും. ആ വചനം നിങ്ങൾക്ക് എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടും. ആമേൻ, ഹല്ലേലൂയ. അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം. ആമേൻ. ചന്ദ്രന്റെ പ്രകാശം എന്തുവാ? ഇരുട്ടാ. ഹല്ലേലൂയ. രാത്രിയാ. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ, പകല് പോലെ പ്രകാശമില്ല. പക്ഷെ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകൂ എന്ന് വെച്ചാ നിന്റെ ജീവിതത്തിനകത്ത് ഇരുളില്ലേ? നിന്റെ ജീവിതത്തിനകത്ത് ഇരുളില്ലേ? ഓ ഹല്ലേലൂയ. ഇരുണ്ട് കിടക്കുന്ന അന്തരീക്ഷമില്ലേ? ആ മങ്ങിപ്പോയ അന്തരീക്ഷമില്ലേ? അത് സൂര്യന്റെ. കുറച്ചുകൂടെ ആഴത്തിൽ ഞാൻ പറഞ്ഞ ഇരുളായി പോയ സ്വപ്നങ്ങളില്ലേ? കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ആ പദം ഇതിനകത്ത് കിടന്ന് ശക്തമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇരുളായി പോയ നിന്റെ സ്വപ്നങ്ങളില്ലേ? നിന്റെ പ്രതീക്ഷകളില്ലേ? നിന്റെ ഭാവിയില്ലേ? അത് സൂര്യന്റെ പോലെ 7 മടങ്ങ് പ്രകാശം. വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? തകർന്ന അവസ്ഥയെ നോക്കി പറ, അവിടെ പ്രകാശം ഉദിക്കുമെന്ന്. നീ എന്നും അന്ധകാരത്തിൽ കിടക്കത്തില്ല. നീ എന്നും ഇരുട്ടിനകത്ത് കിടക്കത്തില്ല. നീ എന്നും തകർച്ചയ്ക്കകത്ത് ഇരിക്കത്തില്ല. നിന്റെ വീടിനകത്ത് പ്രകാശം. ഇരുളായിരുന്നു യോബിന്റെ ജീവിതത്തില്. ഹല്ലേലൂയ. വെട്ടം മുഴുവനും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്തോ ഞാൻ ഈ പദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇരുളായി കിടക്കുന്ന ചില വീടുകൾക്കകത്തേക്ക് ഈ പദം ഭയങ്കര ശക്തമായി ചലിക്കുന്ന ഞാൻ കാണുന്നു. ഓ, ആ വചന വെളിപ്പാട് ഭയങ്കര ശക്തമായിട്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് ഈ പദം നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണോ? എല്ലാ ആഴ്ചയും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ഹല്ലേലൂയ, ഈ പദം നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയോ. നിനക്കൊരു മുറിവുണ്ടെങ്കിൽ ആരും കെട്ടിയില്ലെങ്കിലോ, ആരും അതിന് മരുന്ന് തേച്ചില്ലെങ്കിലോ, ആരും അത് ഉണക്കാനുള്ള സാധ്യതകൾ പറഞ്ഞു തന്നില്ലെങ്കിലോ, യഹോവ നിനക്ക് വേണ്ടി യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടും. അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകുമെന്ന്. എന്ന് വെച്ചാൽ ഇരുണ്ട് കിടക്കുന്ന അന്തരീക്ഷമില്ലേ? ഇരുണ്ട് കിടക്കുന്ന അന്തരീക്ഷമില്ലേ? ഇരുണ്ടുപോയ കാരാഗ്രഹത്തിന്റെ സാഹചര്യമില്ലേ? ഇരുണ്ടുപോയ നിന്റെ ഹല്ലേലൂയ ആ സാധ്യതകളില്ലേ? അത് പകല് പോലെ പ്രകാശിക്കുമെന്ന്. അത് പകല് പോലെ കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച് 2-3 മിനിറ്റുകൾ ആത്മാവിൽ സ്തുതിച്ച് ഹല്ലേലൂയ. തലമുറയുടെ ഇരുണ്ട ഭാവിയില്ലേ, അത് സൂര്യൻ പോലെ പ്രകാശിക്കും. അത് സൂര്യൻ പോലെ പ്രകാശിക്കും. ഇരുട്ടിക്കിടക്കുന്ന തലമുറകൾ പുറത്തു വരികയാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇരുട്ടിനകത്ത് കിടക്കുന്ന ചില തലമുറകൾ യേശുവിന്റെ അധികാരമുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ശരീരങ്ങൾക്കകത്ത് വാഴുന്ന ഇരുളിന്റെ സ്പിരിറ്റുകൾ അഴിയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ പകൽ ഹല്ലേലൂയ സൂര്യനെ പോലെ, ഇരുട്ടായ സാഹചര്യം സൂര്യനെ പോലെ പ്രകാശിക്കൂ. ഇരുട്ടായത് സൂര്യനെ പോലെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശരീരത്തിനകത്ത് വാഴുന്ന എല്ലാ സ്പിരിറ്റും യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിച്ചേ.
ഷാൽബാർദന ലാബ്രകസിയാദന ആർതേരിയാദന. ഫ്രീ ആവട്ടെ, ഫ്രീ ആവട്ടെ, ശരീരം ഫ്രീ ആവട്ടെ, ഫ്രീ ആവട്ടെ. ആ ബ്രകസിയാദന യേശുവിന്റെ നാമത്തിൽ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. ശകലമനഹദരിയാദന ലാബ്രമസിയാദന ആർതേരിയ. ഞാൻ പിന്നെയും പൊട്ടിക്കിളിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ഈ പദം പറയണം, പിന്നെയും. ശാലിനി സിസ്റ്റർ ഈ പദം പറയണം, പിന്നെയും. ഹല്ലേലൂയ. എത്ര തവണ ഹല്ലേലൂയ വെട്ടി 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 നമ്മളെ കളയാൻ നോക്കിയാലോ പറയണം, ഇല്ല, പിന്നെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടെന്ന് എനിക്ക് തോന്നേ. ഹല്ലേലൂയ. ഭയങ്കര പ്രതിസന്ധി വന്നു, പക്ഷെ വചനം എഴുതി വെച്ചിരിക്കുക, അവൻ ഫലപ്രദമായ ആമേൻ മതിലിന്മേൽ പടരും. ഹല്ലേലൂയ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, പക്ഷെ അവന്റെ വില്ല ഉറച്ചു നിന്നു. നീ വെട്ടിയ സാഹചര്യത്തെ നോക്കണ്ട, വെട്ടിയ ആൾക്കാരെ നിങ്ങൾ നോക്കണ്ട. അകത്ത് പ്രത്യാശ ഉണ്ടെങ്കിൽ, അകത്ത് ധൈര്യമുണ്ടെങ്കിൽ 2026 ഹല്ലേലൂയ നീ പച്ച പിടിക്കും, പച്ച പിടിക്കോ. ഹല്ലേലൂയ. എന്തോ നിങ്ങളുടെ എല്ലാവരുടെയോ കരത്തെ നോക്കി ഞാൻ ആ ദൂതിന് ഹല്ലേലൂയ ഒരു പ്രവചന ശബ്ദമായി ഹല്ലേലൂയ ഈ മിനിറ്റിൽ അതിനെ കൈമാറുകയാ. ഹല്ലേലൂയ. നീ പൊട്ടിക്കിളിക്കോ, നീ പൊട്ടിക്കിളിക്കോ. നീ ഫലം കായ്ക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ നോക്കിയ അതിനു തക്ക യാതൊരു സാധ്യതയില്ല. നിന്റെ തലമുറയെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയ ഒന്നുമില്ല, പക്ഷെ ആത്മാവ് പറയുന്നു പൊട്ടിക്കിളിക്കോ. കുഞ്ഞെ നീ സ്വീകരിച്ചോ. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ നോക്കിയ നിനക്ക് സാധ്യതയില്ല, ആ സാഹചര്യമില്ല. പക്ഷെ 100ാമത്തെ വയസ്സിലോ വാഗ്ദത്തം തുറക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, 100ാമത്തെ വയസ്സിലോ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് നിന്റെ അത് തുറക്കുന്നു, തുറക്കുന്നു, തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീ പ്രാർത്ഥിച്ചോ. നിന്റെ ബലഹീനതകൾ ഉരുകി മാറുന്നത് പോലെ. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിക്കും. അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കത്തില്ല. വെട്ടിക്കളഞ്ഞപ്പോ ഇവർ ചിന്തിച്ചെന്താണെന്നറിയാമോ? ഇത് വർഷങ്ങളോളം ഇങ്ങനെ നിലത്ത് കിടന്ന് അതിനകത്തുണ്ടായിരുന്ന ഇലകളെല്ലാം പൊഴിഞ്ഞുപോയി. വെട്ടിയിട്ട് കഴിയുമ്പോൾ അതല്ലേ സംഭവിക്കുന്നത്? അതിലുണ്ടായിരുന്ന ഇലകൾ ഓരോന്നായി പൊഴിയാൻ തുടങ്ങും. കാരണം വേരുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം പറയാം. ഹല്ലേലൂയ. കർത്താവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുവാൻ, നിന്റെ വേരുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തുവാൻ നിന്റെ ജീവിതത്തിനകത്ത് പിശാച് കൊണ്ടുവരുന്ന ഹല്ലേലൂയ സാഹചര്യങ്ങളില്ലേ, സാധ്യതകളില്ലേ, രോഗങ്ങളില്ലേ, പ്രയാസങ്ങളില്ലേ, പ്രശ്നങ്ങൾ കൊണ്ടിട്ട് പറയൂ, നീ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നീ ആരാധിച്ചിട്ട് എന്തായി? നീ വചനം വായിച്ചിട്ട് എന്തായി? നീ ഉപവസിച്ചിട്ട് എന്തായി? വേരുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന വേരുമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന വിള്ളലുകൾ സൃഷ്ടിക്കുന്ന ആ സ്പിരിറ്റിന്റെ മേൽ പക്ഷെ അകത്ത് പ്രത്യാശയുള്ളവൻ എന്താണെന്നറിയാമോ? തകർന്നാലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രോഗത്തിന്റെ അവസ്ഥയെ ഇനി ഐസിയുവിന്റെ അകത്ത് കിടന്നാലോ ഞാൻ പുറത്തു വരുമെന്ന്. കാരണം എന്നാന്നറിയാമോ? ഒരു സാധാരണ വേരിൽ നിന്നല്ല, ശകരമന
ലാബ്രകസിയാദന, ഒരു സാധാരണ വേരിൽ നിന്നല്ല, ഹല്ലേലൂയ, ഞാൻ സ്ട്രോങ് ആയ ഒരു വേരിനകത്തു നിന്ന്, സ്ട്രോങ് ആയ ഒരു വേരിൽ നിന്ന്, ഹല്ലേലൂയ, ഞാൻ പുറത്തു വന്ന്. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കിളിക്കുന്ന ഒരു സമയമുണ്ട്, ഞാൻ പൊട്ടിക്കിളിക്കുന്ന ഒരു സമയമുണ്ട്. ശതല ബ്രവന്തുരിയാദന, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യോ, എനിക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം ചെയ്യോ. വേരറ്റു പോകത്തില്ലെന്ന്, ഹല്ലേലൂയ, വേരറ്റു പോകത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിവർന്ന് നിൽക്കുവാൻ കഴിയാത്തതുപോലെ 4 സൈഡും കടങ്ങളാൽ തലകുനിച്ച് ആരെയോ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. വഹിക്കാൻ കഴിയാത്ത, നികത്താൻ കഴിയാത്ത ബാധ്യതകളുമായി കയറി വന്ന ആരെയോ, ഇന്ന് അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിയാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ മിനിറ്റിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതകൾ ഒരുങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ കരത്തിനകത്തേക്ക് നിങ്ങൾ വിശ്വസിക്കുക. ഈ കരത്തിനകത്ത്, ഈ കരങ്ങൾക്കകത്ത് ഉയർത്തിയ കരങ്ങളുടെ മേൽ ഹല്ലേലൂയ അതിന്റെ സാധ്യതകൾ വെളിപ്പെടുന്നു, അതിന്റെ സാധ്യതകൾ വെളിപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ കരത്തിനകത്ത് ആ സാധ്യത ഞാൻ വിളിച്ചു വരുത്തുകയാ. ഈ കരത്തിനകത്തേക്ക് ആ സാധ്യത ഞാൻ വിളിച്ചു വരുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. എങ്ങനെയെന്നറിയത്തില്ല, കെരീത്ത് വറ്റിയപ്പോ എങ്ങനെയെന്നറിയത്തില്ല, കെരീത്ത് വറ്റി, പക്ഷെ സാരാഫാത്ത് ഒരുങ്ങി. കെരീത്ത് വറ്റി, സാരാഫാത്ത് ഒരുങ്ങി. എന്തോ ഈ നാൾ നാം പ്രവചിക്കുന്നു, കെരീത്ത് വറ്റി, സാരാഫാത്ത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വേരറ്റു പോയടത്ത്, വേരറ്റു പോയടത്ത് സാധ്യതകൾ, സാധ്യതകൾ. മരം വെട്ടിയിട്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കി അതിൻ്റെ ഓരോരോ ഇലകൾ പൊഴിയാൻ തുടങ്ങും. ഉണ്ടായിരുന്ന ഇലകളെല്ലാം പൊഴിയും. പിന്നെ ഒരില വരുന്ന ചരിത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം വേരുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, വേരിൽ നിന്ന് കിട്ടണ്ട ഒന്നും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഇതിങ്ങനെ കിടന്ന് കിടന്ന് ഉണങ്ങിപ്പോകും. ഹല്ലേലൂയ, മണ്ണിനകത്താഴ്ന്നു പോകും, തീർന്നു പോകും. ഹല്ലേലൂയ, ഇനി ഒന്നിനും അത് കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ, വെട്ടിക്കളഞ്ഞവനെ അത്ഭുതപ്പെടുന്നത് പോലെ ഞാൻ കിടന്നിടത്ത് എൻ്റെ മേൽ ഓരോരോ ഇലകൾ കിളിക്കാൻ തുടങ്ങി. എൻ്റെ മേൽ ഓരോരോ ഇലകൾ. ഹല്ലേലൂയ, ഇളങ്കൊമ്പുകൾ വിടത്തില്ലെന്നാ എന്നെ നോക്കി പറഞ്ഞത്. ഇളങ്കൊമ്പ് ഒരെണ്ണം പോലും വരത്തില്ലെന്നാ പറഞ്ഞത്. ഇളങ്കൊമ്പ് ഒരെണ്ണം പോലും കാണത്തില്ലെന്നാ പറഞ്ഞത്. പക്ഷെ ആത്മാവ് പറയുന്നു, ഇല്ല, ഇളങ്കൊമ്പ് വീടാതിരിക്കത്തില്ല, ഇളങ്കൊമ്പ് വീടാതിരിക്ക. സ്വപ്നം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, നീ വേരുമായി ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ വേരിനോട് ഒട്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ വേരുമായി കണക്ഷനുള്ള, എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല ഇന്ന് ആരൊക്കെയോ വേരുമായി ഭയങ്കര ബന്ധം സ്ഥാപിക്കുന്നു. ആരൊക്കെയോ വേരുമായി. ഈ വേരുമായി ബന്ധമുള്ളവനെ പറയാൻ പറ്റത്തുള്ളൂ, ഞാൻ പൊട്ടിക്കിളിക്കുമെന്ന്. വേരുമായിട്ട് അടുപ്പമുള്ളവനെ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാ പുതിയ നിയമം വരുമ്പോൾ പറയുന്നത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതൊരു പിരിയാ ബന്ധവാ, ഇതൊരു പിരിയാ ബന്ധവാ. ഹല്ലേലൂയ. ഈ വേരും ഈ തടിയും തമ്മിൽ
ഇങ്ങനൊരു ബന്ധമുണ്ടല്ലോ. ഈ വേരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട സകല പ്രോട്ടീനുകളും, ഈ വേരിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതെല്ലാം എൻ്റെ ശരീരത്തിനകത്തേക്ക് ഇന്നെന്തോ ആത്മാ പ്രവചിക്കുന്നു. ക്രൂശിൽ നിന്ന് നിനക്ക് ലഭിക്കേണ്ടത്, ക്രൂശിൽ നിന്ന് നീ അനുഭവിക്കേണ്ടത്, ഹല്ലേലൂയ, അത് മുഴുവനും ഇന്ന് നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയുടെ മേ, നിന്റെ ഭാവിയുടെ മേ, ഇന്ന് ആത്മാ തുറക്കുന്നു ആ ക്രൂശിന്റെ ശക്തി. ആ ശക്തി കൊതിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഹല്ലേലൂയ. ക്രൂശിന്റെ ശക്തി നിന്നിൽ വ്യാപരിച്ചാൽ, ക്രൂശിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയ, പൊട്ടി തകർന്ന് തരിപ്പണമായതിനകത്തു നിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. നീ തകർന്നു പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ കർത്താവുമായ ഒരു ബന്ധമുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. ഉണങ്ങിയിടത്തുനിന്ന് ഇച്ചിരിയെങ്കിലും ഇല വരുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവവുമായിട്ടൊരു ബന്ധം നിനക്കുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞു അവൻ തീർന്നെന്ന്, അവന്റെ വീട് അവസാനിച്ചു. ഹല്ലേലൂയ. അവനെ കൊണ്ടിനി കൊള്ളത്തില്ല, അവൻ പരാജയപ്പെട്ടു. ദേശത്ത് അവന്റെ തലമുറ നശിച്ചു. കണ്ടില്ലേ അവന്റെ തലമുറ നടക്കുന്ന? കണ്ടില്ലേ, കേട്ടില്ലേ അച്ഛാ ഒത്തിരി തവണ അത്. പക്ഷെ തമ്പുരാൻ പറയുകയാ, ഇല്ല, അവൻ പൊട്ടിക്കിളിക്കും, അവൻ പൊട്ടിക്കിളിക്കും. എനിക്കറിയത്തില്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രാജ്യങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവശക്തി തുറക്കുന്നു. തലമുറകളുടെ നന്മകൾ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞതിന്റെ മേൽ ഇന്നൊരു ഭയങ്കര ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ തൊടുന്നു. ഭയങ്കര ദൈവശക്തി തൊടുന്നു. പൊട്ടിക്കിളിക്കോ. വേരറ്റു പോയടത്ത് നീ വേര് പിടിക്കുമെന്ന് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ തലമുറയുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ കരത്തിൽ നിന്ന് ഒരു 10 രൂപ പോലും നീ അനുഭവിക്കത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞവരുടെ മുന്നില് ദൈവം നിന്നെ മാനിക്കുന്ന. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഭയങ്കര ദൈവ സാന്നിധ്യം പറയുമ്പോ ചില തലമുറകളുടെ മുകളിൽ നിന്ന് ചില ശാപങ്ങളുടെ വാക്കുകൾ പൊട്ടുകയാ. ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് ചില ശാപങ്ങളുടെ വാക്കുകൾ. ദേശത്ത് കയ്പെന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തെ നോക്കി, ദേശത്ത് തകർന്നെന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തെ നോക്കി, ഹല്ലേലൂയ, പ്രതീക്ഷിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞ നിന്റെ കുടുംബത്തെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു, ഇനി ഒരു സീസൺ, ഇനി ഒരു സീസൺ. ആദ്യം സ്വീകരിച്ചോ. ഒരു സീസൺ. പിശാച് പരാജയപ്പെടുന്ന മിനിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ പിശാച് പരാജയപ്പെടുന്ന പിശാച് പരാജയപ്പെടുന്ന മിനിറ്റുകളാ. ആത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. തകരത്തില്ല. ഹല്ലേലൂയ. സകലരും പറഞ്ഞു നിന്റെ പടക് തകർന്നെന്ന്. എടാ അക്കരെ എത്തത്തില്ല. എന്തിനാ പത്രോസേ നീ ചാടി ഇറങ്ങിയത്? ആര് കാണിക്കും? ഹല്ലേലൂയ. ആര് ഹെൽപ്പ് ചെയ്യുന്നോർത്താ നീ ചാടി ഇറങ്ങിയത്? ഹല്ലേലൂയ. എനിക്കറിയാം എന്റെ 4-ാം വ്യാമത്തിൽ എന്റെ ദൈവം ഇറങ്ങി വരുമെന്ന്. എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുമെന്ന്, എനിക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കാണുന്നു ആരുടെയൊക്കെ മേൽ ഉണങ്ങിയ സാഹചര്യത്തിൽ ചെറിയ ചെറിയ മുളകൾ വരുന്നത് ഞാൻ കാണുകയാ. ഉണങ്ങിയ സാഹചര്യത്തിൽ ചെറിയ മുള പൊട്ടുന്നത്, ചെറിയ മുളകൾ പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ചെറിയ
ചെറിയ മുളകൾ ഒരു മനുഷ്യന്റെ കൈ പോലെ, ഒരു മനുഷ്യന്റെ കൈ പോലെ. ഈ ചെറിയ ഇളം കൊമ്പുകൾ എന്താണെന്നറിയാമോ? വലിയൊരു പ്രതീക്ഷയാ. എന്താണെന്നറിയാമോ? നാളുകളിൽ ഇതൊരു പടുവൃക്ഷമാകുമെന്നുള്ളത്. നാളുകളിൽ ഇത് ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു വലിയ വൃക്ഷമാകുമെന്നുള്ള പ്രതീക്ഷ. ഇന്ന് ആ പ്രതീക്ഷയുടെ പറ, ഞാൻ പൊട്ടിക്കിളിക്കൂ, ഞാൻ പൊട്ടിക്കിളിക്കൂ, ഞാൻ പൊട്ടി. എൻ്റെ വേർ നിലത്ത് പഴകിപ്പോയാലും വർഷങ്ങളായാലും എൻ്റെ പ്രശ്നം വർഷങ്ങൾ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീണ്ട വർഷങ്ങൾ കൊണ്ട് നടക്കുക. പക്ഷേ ഒറ്റ തൊടലിനകത്ത് വർഷങ്ങളുടെ കെട്ടഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ, തമ്പുരാനെ അങ്ങനെ പിടിക്കാമോ? അങ്ങനെ എനിക്കറിയാം ചിലരുടെ ശരീരത്തിനകത്തേക്ക് ഭയങ്കര ദൈവശക്തി. കരമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ. പ്രത്യാശയോടെ പാടിക്കും. കരുണയിൻ കരം തന്നു കാക്കുന്നവൻ, പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ശബ്ദമെല്ലാം ഉയരട്ടെ. ദൈവ സാന്നിധ്യം ഭയങ്കരമായി ഇറങ്ങി നിൽക്കുമ്പോൾ ഉണങ്ങിയ മേഖലകൾ തളിരിടുന്ന കാഴ്ച ഞാൻ കാണുന്നു. ഉണങ്ങിയ മേഖലകൾ തളിരിടുന്ന കാഴ്ച. ഒരു സീസണിൽ ചില മരങ്ങളുടെയൊക്കെ ഇലകൾ പൊഴിഞ്ഞു പോകും. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ മരം മുഴുവനോ തളിരിലകൾ വന്നു നിൽക്കുന്നത് പോലെ ഇന്നെന്തോ ആത്മാവെന്നെ കാണിക്കുന്നു. നിങ്ങളുടെ വീടുകൾക്കകത്ത്, നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ മേൽ, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മേൽ തളിരുകൾ. പരിശുദ്ധാത്മാവിനെ പ്രവചിക്കാൻ പറയുന്നു. ഒരു ലിസ്റ്റ്, ഒരു ബുക്കിന്റെ താളെന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആ ബുക്കിന്റെ താളിനകത്ത് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്ത് നമ്പർ ഇട്ട് എഴുതി വെച്ചിരിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങളെ പരിശുദ്ധ ആത്മാവ് എന്നെ കാണിക്കുന്നു.
ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ അടുത്ത പദമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് 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 നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ അപ്പുറത്ത് ബ്രാക്കറ്റിൽ എഴുതണം തളിരിടും. ഹല്ലേലൂയ. അതിന്റെ അപ്പുറത്ത് ബ്രാക്കറ്റിൽ നിങ്ങൾ എഴുതണം തളിരിടും, 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 തളിരിടും. സ്വപ്നങ്ങൾ തളിരിടും. ഹല്ലേലൂയ. ഭാവി തളിരിടും. തലമുറയുടെ വിദ്യാഭ്യാസം അത് എഴുതാൻ പറ്റുമോ? ഈ ആഴ്ച നീ അത് എഴുതാമെങ്കിൽ ഞാൻ പറയാ അടുത്ത 30 ദിവസത്തിനകത്ത്, അടുത്ത 30 ദിവസത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത സ്വപ്നങ്ങൾ. കുഞ്ഞെ നീ ഇന്ന് അത് ചെന്നിട്ട് എഴുതാ. ഇന്ന് എഴുതി വെച്ചിട്ട് നീ അതിന്റെ ബ്രാക്കറ്റ് കൊടുക്ക. തളിരിടൂ. അടുത്ത വ്യാഴാഴ്ചക്ക് മുന്നേ നിന്റെ മേലത് തുറക്കുന്ന സ്വപ്നങ്ങൾ തളിരിടുന്നു, സ്വപ്നങ്ങൾ തളിരിടുന്നു, സ്വപ്നങ്ങൾ, 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 സ്വപ്നങ്ങൾ. മടക്കി വെക്കാനുള്ളതല്ല നീ കേട്ട ദൈവശബ്ദം. അണഞ്ഞു പോകാനുള്ള നീ കേട്ട ദൈവശബ്ദം. ബിനുവാന്റി മടക്കി വെക്കാനുള്ളതല്ല നീ കേട്ട ദൈവശബ്ദം. അണഞ്ഞു പോകാനല്ല ദൈവശബ്ദം. നീ കേട്ട ദൈവശബ്ദത്തിന് ചിറകുകൾ പറക്കുന്നല്ല, പറക്കുന്നല്ല, പറക്കുന്നല്ല. യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ദൈവ സാന്നിധ്യം. നീ കേട്ട ദൈവശബ്ദം തളിരിടും. വെട്ടുന്തോറും 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 ഇന്ന് ഈ ദൂത് കേട്ട് ഉറപ്പിക്കാനാ തമ്പുരാൻ കൊണ്ടുവന്നേ. ഇന്ന് ഈ ദൂത് കേൾക്കാനാ നിന്നെ ഓടിച്ച് കയറ്റിയേ. വെട്ടുന്തോറും 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 അതിശക്തമായി നീ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഹെയർ മുടി വെട്ടിക്കളയാറുണ്ട് ചെറിയ പ്രായത്തിൽ. നമ്മളെന്താ പറയുന്നേ, ഇത് വെട്ടുമ്പോ വെട്ടി കൊടുക്കുമ്പോ അധികം ബലത്തോടെ വളരുമെന്ന്. എടാ ചിലവനൊക്കെ വെട്ടിയത് എന്തിനാന്നറിയാമോ? ചിലത് വെട്ടിയത് എന്തിനാന്നറിയാമോ? നീ അധിക ബലത്തോടെ ഇന്ന് അങ്ങനെ തന്നെ ചെയ്യണം. എഴുതി വെച്ച പ്രാർത്ഥന വിഷയത്തിന്റെ ബാഗ് ഹല്ലേലൂയ അവിടെ അവിടെ എഴുതി ചേർക്കണം. ഹല്ലേലൂയ. തളിരിടും, തളിരിടും. എഴുതി വെക്ക. തളിരിടും, തളിരിടും, തളിരിടും. ആരെല്ലാം വെട്ടാൻ നോക്കിയാലോ തളിരിടും. ഹല്ലേലൂയ. തളിരിടും. മണ്ണിൽ പഴകി പോകത്തില്ലെന്ന്. ഇളം കൊമ്പുകൾ വീടാതിരിക്കും. അടുത്തത് ഹല്ലേലൂയ. ഒരു 2 ഭാഗം കൂടെ പറഞ്ഞ് ഒരുമിച്ച് നമ്മൾ ആരാധിക്കും. അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും എന്ന് പറഞ്ഞാൽ ഈ വെട്ടിയവൻ വന്ന് നോക്കുക ഇവനുണ്ടോ. ഹല്ലേലൂയ. വെട്ടിയവൻ നോക്കുക ഇവനുണ്ടോ. ഹല്ലേലൂയ. മണ്ണിനകത്ത് പഴകിപ്പോയപ്പോ ഇവൻ ചിന്തിച്ചട തീർന്നു, ഹല്ലേലൂയ. പക്ഷെ ഒരു ടൈം കഴിഞ്ഞപ്പോ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് വചനത്തിനകത്ത് വെള്ളത്തെ എന്തിനാ കണക്ട് ചെയ്യുന്നറിയാമോ? പരിശുദ്ധയാത്മാവിന്റെ ശക്തി കൊണ്ട്. പരിശുദ്ധയാത്മാവിന്റെ അകത്ത് ശക്തി വ്യാപരിച്ചു കഴിഞ്ഞപ്പോ ഒരു ദിവസം നോക്കുമ്പോൾ വെട്ടിയവൻ നോക്കുമ്പോ അവിടെ ഒരു തൈ എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടെ ഒരു തൈ എഴുന്നേറ്റ് നിൽക്കുന്നു. അവിടെ ഒരു തൈ എഴുന്നേറ്റ് നിൽക്കുന്നു. ഹല്ലേലൂയ. ദേശം നോക്കുമ്പോ നിന്റെ വീടിനകത്ത് ജയത്തിന്റെയോ ഉല്ലാസത്തിന്റെയോ ഇന്നലകളിൽ പറഞ്ഞെന്താണെന്നറിയാമോ? അവന്റെ വീടിനകത്ത് എന്നും വഴക്ക.
അവന്റെ വീടിനകത്തൊന്നും പ്രശ്നമാ. ദേ നോക്കി അവന്റെ തലമുറ നടക്കുന്ന കണ്ടില്ലേ? ദേ നോക്കി അവന്റെ തലമുറ ഇരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ? ഹല്ലേലൂയ. ശപിക്കപ്പെട്ട വീടാ, ഹല്ലേലൂയ, തകർന്ന വീടാ, ഹല്ലേലൂയ. പക്ഷേ ഒരു സീസൺ കഴിഞ്ഞപ്പോ ഒരു തൈ അതിനകത്ത് എഴുന്നേൽക്കുകയാ. ഒരു സീസൺ കഴിഞ്ഞപ്പോ ഓ വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് ഹല്ലേലൂയ അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാ, ഈ പ്രത്യാശ അകത്ത് കയറട്ടെ. ഒരു മിനിറ്റ് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഷാഥല പ്രബന്ധുരിയാദന റംദൽ പ്രബന്ധനിയ യേശുവിന്റെ നാമത്തിൽ